ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഇപ്പോൾ കഴിവ് കുറേ കുട്ടികളൊക്കെ ഇത് കാണാതെ പഠിക്കുന്നത്, പക്ഷെ നമ്മൾ പഠിച്ച രീതിക്ക് ഇത് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് തന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കൂടി വരുന്നതാണ്, അതുകൊണ്ടാണ് അത് പറയാമെന്ന് വെച്ചത്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തിനകത്ത് പറയുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് സോഫ്റ്റ് അയൺ കൊണ്ടും ഇലക്ട്രോ മാഗ്നറ്റ് സോഫ്റ്റ് അയൺ കൊണ്ടും, അതായത് പച്ചിരുമ്പ്, ഇരുമ്പ് തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോഫ്റ്റ് അയൺ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, ആണിക്കകത്ത് ഒരു വയറൊക്കെ ചുറ്റി പിടിച്ച് വെച്ചിട്ട് രണ്ടറ്റം ഉണ്ടാവും അല്ലേ, ഒരു വയറിന് രണ്ടറ്റം ഉണ്ടാവും. ആ രണ്ടറ്റത്ത് എന്ത് കൊടുക്കുക, ബാറ്ററി സെറ്റ് ചെയ്താൽ മതി എന്ന് ഞാനന്ന് പറഞ്ഞായിരുന്നു. സോ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ഇരുമ്പ് ഉപയോഗിച്ച് വെച്ചാൽ മതി. പക്ഷേ പെർമനൻറ്റ് മാഗ്നറ്റ് ചെയ്യുവാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റീല് ഉപയോഗിക്കണം. ഇത് എന്തുകൊണ്ടാണെന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്. അതായത് ഈ എക്സ്പെരിമെൻ്റ് ഓർത്താൽ മതി. ഞാൻ എന്താ പറഞ്ഞത്, ഒരു അയൺ നെയിലോ എന്തെങ്കിലും ഒന്ന് സങ്കല്പിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞായിരുന്നു, അയൺ നെയിൽ സങ്കല്പിക്കൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതാണ് അയൺ നെയിൽ. അപ്പോൾ ഈ അയൺ നെയിലിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വയറ് ചുറ്റി പിടിച്ച് വെക്കുക. ഓക്കെ, ഇതൊക്കെ ഇത്രയും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയാണേ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തു, വയറൊക്കെ ചുറ്റി വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സെല്ലുമായി ഒരു ബാറ്ററി ആയിട്ട് തന്നെ കണക്ട് ചെയ്തു. എപ്പോഴാണോ ഞാനത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് കറണ്ട് ഒഴുകാൻ തുടങ്ങും. കറണ്ട് ഒഴുകുമ്പോൾ ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ വൺ എൻഡ് വിൽ ബിക്കം നോർത്ത് ആൻഡ് അതർ എൻഡ് വിൽ ബിക്കം സൗത്ത്. ഓക്കെ, അതിനുശേഷം ഞാനിതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാമെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഈ കണക്ഷൻ മാറ്റി, ബാറ്ററി എടുത്ത് മാറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് വെറും അയണായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ, അത്രയും നേരം അത് മാഗ്നറ്റായിട്ട് തുടർന്നതാണ്, സംശയമില്ല. ഓക്കെ, ബട്ട് the other second, the next second when I have switched off the circuit, ഞാൻ ആ സർക്യൂട്ട് ഓഫ് ചെയ്ത് മാറ്റിയപ്പോൾ ഇതെന്തായി മാറി, വെറും അയൺ ആയിട്ട് മാറി. ദെൻ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഓക്കെ, അതായത് കുറേ നേരത്തേക്ക് എന്താ പറയുക, മറ്റൊരു സ്വഭാവമായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ മറ്റൊരു സ്വഭാവത്തിലേക്ക് അത് കടന്നു അല്ലേ. എത്ര നേരം മാഗ്നറ്റ് ആയിരുന്നു, ഇപ്പോൾ അത് വെറും പച്ചിരുമ്പാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് അയണാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു നമുക്ക് എന്താ പറയുക, നമ്മളൊരാളുടെ കൂടെ കൂടുന്നു, അയാളുടെ സ്വഭാവം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ സ്വഭാവം നമ്മളിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളും കുറച്ചൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെ അല്ലേ. നമ്മൾ പലരും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ രീതികൾ കണ്ടിട്ട് നമ്മളും ആ രീതി ഫോളോ ചെയ്യുന്നതായി കാണും. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, സോഫ്റ്റ് അയൺ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു, മാഗ്നറ്റായി മാറിക്കഴിഞ്ഞു. ബട്ട് ദ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച് ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. മനസ്സിലാവുന്നോ? സർക്യൂട്ട് ഓഫാക്കിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരാളായി മാറാൻ കഴിയുന്നുണ്ട്. പക്ഷേ സ്റ്റീൽ അങ്ങനെയല്ല കേട്ടോ. സ്റ്റീല് അങ്ങനെയല്ല. സ്റ്റീലിനെ ഇപ്പോൾ ഞാൻ മാഗ്നറ്റൈസ് ചെയ്തു എന്ന് വിചാരിക്കും. ഇതൊരു സ്റ്റീലാണെന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റീൽ. അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റ് ഫീൽഡിൻ്റെ അകത്തൊക്കെ ഇരുത്തി. ലെറ്റസ് ഇവിടെ നോർത്ത് പോളുണ്ട്, ഇവിടെ മറ്റൊരു സൗത്ത് പോളുണ്ട്. അതിൻ്റെ അകത്ത് കുറേ നേരം ഇത് എന്ത് ചെയ്തു, ഇരുത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് കൈവന്നു, ഒരു മാഗ്നറ്റിസത്തിൻ്റെ സ്വഭാവം വന്നു. കാര്യം ആരുടെ കൂടെ ഇരുന്നേ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കുന്നത്. കാര്യം നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ലൈൻസ് എപ്പോഴും വരയ്ക്കേണ്ടത്. അപ്പോൾ ലൈൻസ് അവിടെ ഉണ്ട് ഇങ്ങനെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് എന്തിരിക്കുന്നത്, ഒരു സ്റ്റീൽ ഇരിക്കുന്നത്. കുറേ നേരം വെച്ചു കേട്ടോ, കുറേ മണിക്കൂറുകൾക്ക് ഞാൻ വച്ചു. ഓക്കെ, കുറേ മണിക്കൂർ നേരത്തേക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം, ഞാൻ ഇത് റിമൂവ് ചെയ്താലും എന്തുണ്ടാവും, സ്റ്റീലിൻ്റെ അകത്ത് ആ ഒരു സ്വഭാവം ഉണ്ടാവും. അത് ഞാൻ കളർ ചെയ്ത് വെക്കാം. ഓക്കെ, നോർത്തും സൗത്തും ഒക്കെ എടുത്ത് മാറ്റി, ഇതും എടുത്ത് മാറ്റി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, സ്റ്റിൽ ഇറ്റ് ഷോസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് എ മാഗ്നറ്റ്. അതായത് ഈ കഴിവിനെയാണ് എന്ത് പറയുന്നത്, റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാക്ക്. അപ്പോൾ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി ഹൈ. കാര്യം ഇറ്റ് ക്യാൻ റിട്ടൻഷൻ മീൻസ് എന്തോ കിട്ടിയിരുന്നു അദ്ദേഹത്തിന്, അത് പിടിച്ചു നിർത്താനുള്ള കഴിവ്. സോ ഹി ഹാസ് ഗോട്ട് മാഗ്നറ്റൈസ്ഡ് അല്ലേ. ഹി ഹാസ് ഗോട്ട് സം പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് ആൻഡ് ഹീ ഈസ് വെരി മച്ച് ഏബിൾ ടു റീറ്റൻറ്റ്
ദിസ് പൊട്ടൻഷ്യൽ. ഈ ഒരു കഴിവ്, പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് റിറ്റൻറ്റിവിറ്റി ഈസ് മോർ വിത്ത് സ്റ്റീൽ, ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ലെസ് വിത്ത് സോഫ്റ്റ് അയൺ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ക്രെയിനിൽ ഇപ്പം അറിയായിരിക്കും, നമ്മൾ കണ്ടെയ്നർ ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടെയ്നറായിട്ടുള്ള പോകുന്ന വലിയ വലിയ ട്രക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടെയ്നേഴ്സ്, വലിയ ഷിപ്പിലൊക്കെ വരുന്ന കണ്ടെയ്നേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വലിയ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട് ഷിപ്പിലൊക്കെ വരുന്നത്. അത് നമ്മൾ ട്രക്കിൽ കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. ആ ട്രക്കൊക്കെ എടുത്തു മാറ്റാൻ ഉപയോഗിക്കുന്നത് വലിയ വലിയ ക്രെയിൻസാണ്. ഓക്കെ, വലിയ വലിയ ക്രെയിൻസാണ്. പക്ഷേ അതെങ്ങനെ എടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അവർ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക. അതിന് അവർ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റീലായിരിക്കും, സ്റ്റീല്. ആ സ്റ്റീലിന് ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ 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 ഇവിടെ ഒരു സ്റ്റീലുണ്ടാവും. ഓക്കെ, ഈ എൻഡിലൊരു സ്റ്റീലുണ്ടാവും. ഇദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൂടെ എന്ത് പാസ് ചെയ്യും? ഒരു കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും. ഇദ്ദേഹം വൺസ് മാഗ്നറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്തത് മാഗ്നറ്റായിട്ട് തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? ഭയങ്കരമാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഈ കറണ്ട് പോയാലും, ഓക്കെ, പെട്ടെന്ന് ഈ കറണ്ട് പോയെന്ന് വെച്ചോ, എന്നിരുന്നാൽ പോലും കറണ്ട് പോയ ഉടനെ സോഫ്റ്റ് അയണിനെ പോലെ ഉടനെ ഇത് എന്താ മറ്റൊരു വസ്തുവായിട്ട് വെറും സ്റ്റീലായിട്ട് മാറത്തില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കറണ്ട് പോയാലും പ്രശ്നമില്ല, സ്റ്റീൽ ഹാസ് വെരി ഹൈ റിറ്റൻറ്റിവിറ്റി, therefore it continue to behave like a magnet, therefore it will get attracted to this എന്താണ് നമ്മുടെ കണ്ടെയ്നർ. അങ്ങനെ ഇതെന്ത് ചെയ്യും? ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇതെന്ത് ചെയ്യും? മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന പൊസിഷനിലോട്ട് ഇതെടുത്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ദിസ് ഹാപ്പൻസ് വിത്ത് ദ ക്രെയിൻസ്. ഇത് ഓർത്തോണേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റിൽ നിന്ന് ഈ ഒരു കഥ പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കേണ്ട പോയിൻ്റ് എന്താ? സ്റ്റീൽ ഹാസ് ഹയർ റിറ്റൻറ്റിവിറ്റി വൈൽ സോഫ്റ്റ് അയൺ ഹാസ് ലോവർ റിറ്റൻറ്റിവിറ്റി. ക്ലാസ്സിൽ പറഞ്ഞിരിക്കും, ബട്ട് യു ഹാവ് ടു ലേൺ ദിസ് ടോപ്പിക്. നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിനെ പറ്റി എന്താ പറയുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് സോ ലോങ് as കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്സ്. സിമ്പിൾ അല്ലേ? കറണ്ട് എത്ര നേരം ഒഴുകുന്നോ അത്രയും നേരം അത് എന്തായിരിക്കും? മാഗ്നറ്റ് ആയിരിക്കും അല്ലേ? കറണ്ട് എപ്പോൾ ഓഫ് ആക്കുന്നോ ദ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഇറ്റ് വിൽ ബി സംതിങ് എൽസ് ലൈക്ക് സോഫ്റ്റ് അയൺ അല്ലേ? അതാണ്. അപ്പോൾ ഇറ്റ് വിൽ ഓൺലി ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ് ആസ് ലോങ് ആസ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ അത് പഠിച്ചുല്ലോ. അപ്പോൾ ഇതും പഠിച്ചു, ഇതും പഠിച്ചു. നെക്സ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്, സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഞാൻ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാത്തപ്പോഴും ഒക്കെ അതെന്ത് തന്നെയാണ്? മാഗ്നറ്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ വന്നേ മൂന്നാമത്തെ പോയിന്റ്, ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ്. ഞാൻ പറഞ്ഞു തന്നു, ഞാനിവിടെ 2 ആമ്പിയർ കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ 12 ആമ്പിയർ കൊടുത്തു എന്ന് വെച്ചു. 2 ആമ്പിയർ കൊടുത്തപ്പോൾ കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കത്തില്ല 12 ആമ്പിയർ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. സോ 12 ആമ്പിയർ കൊടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് സം ബെറ്റർ മാഗ്നറ്റ്, കുറച്ചും കൂടെ നല്ല എനർജി സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് കിട്ടും. ശരിയല്ലേ? കറണ്ടിൻ്റെ വാല്യൂ കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, പിന്നെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് കൂടിയാലും എന്ത് കൂടും? മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതുകൊണ്ടാണ് ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ചേഞ്ച്ഡ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയാണ് ഇതിൻ്റെ കേട്ടോ. എന്താണ്? ഇതൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പുറത്തോ നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാം. നമുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിച്ചേക്കാം അല്ലേ? 1-2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുതിയത് മേടിക്കേണ്ടി വരുമായിരിക്കും. കാലക്രമേണ ശക്തി ക്ഷയിക്കാമെങ്കിലും നമുക്കായിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിന് ഇൻക്രീസോ ഡിക്രീസോ കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻറ്റ് നോക്കിയേ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി വെരി സ്ട്രോങ്. ഓക്കെ, ഇവിടെയോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് നോട്ട് സോ സ്ട്രോങ്. ഇതവർ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയൊരു സത്യമാണ്. രണ്ടും യൂസ് ചെയ്ത് നോക്കി. they found that the electromagnet is far more better than the permanent magnet. Why? Because the magnetic field produced by both of them is not comparative alla, because one is very strong and permanent magnet is strong. Of course it is strong, but the strength is very much larger in the case of electromagnet. അതുകൊണ്ട് തന്നെ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. So it is not comparable. Okay, നെക്സ്റ്റ് നോക്കൂ, അഞ്ചാമത്തെ, the polarity of an electromagnet. The polarity of an electromagnet can be reversed. ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഒരിടത്ത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അവിടെ സൗത്ത് ആയിരിക്കും. ഒരിടത്ത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ സൈഡ് എന്തായിരിക്കും?
നോർത്തായിരിക്കും. സോ ഇത് നമ്മളിപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി മാറ്റി വെക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ ആദ്യം സൗത്തും ഇവിടെ നോർത്തും ആണെന്ന് വിചാരിക്കൂ, ഞാൻ നോക്കാതെ പറയുകയാണ്, ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആണെന്ന് വിചാരിക്കൂ. ഇനി ഞാനിവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ മേ ബി ദിസ് എന്ത് സംഭവിക്കാം, നമുക്ക് ഈ പൊളാരിറ്റിയും ചേഞ്ച് ആവും. അതായത് ഇവിടെ നോർത്തും ഇവിടെ എന്ത് വരാം, ഇവിടെ സൗത്തും വരാം. പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് വേ വി ക്യാൻ ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ്. പക്ഷേ ഇത് ഉപയോഗിച്ച് തീരുന്നത് വരെ, മാഗ്നറ്റ് ഉപയോഗിച്ച് തീർക്കുന്നത് വരെ എന്താണ്, അതിൻ്റെ പൊളാരിറ്റി റിമെയിൻസ് ദ സെയിം. സോ ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് വൈൽ ദ പൊളാരിറ്റി ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ദ പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ്. ദിസ് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. കേട്ടോ, മറ്റേടത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഇവിടെ പൊളാരിറ്റിയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി, ആവശ്യമില്ലാത്തപ്പം എനിക്കത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ് ക്യാൻ ഈസിലി ബി ഡീമാഗ്നറ്റൈസ്ഡ് ബൈ സ്വിച്ചിങ് ഓഫ് ദി കറണ്ട്. ആവശ്യമുള്ളപ്പോൾ അതിനെ മാഗ്നറ്റൈസ് ചെയ്തെടുത്താൽ മതിയോ, സ്വിച്ച് ഓൺ ആക്കുക, കറണ്ട് പാസ് ചെയ്യുക, അപ്പോൾ അത് മാഗ്നറ്റായിട്ട് മാറും. ആവശ്യം കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക, യു ക്യാൻ ലീവ് ഇറ്റ്, അപ്പം അത് മാഗ്നറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു നല്ല മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെൻ എവർ ഇറ്റ് ഈസ് നീഡഡ് ഐ എം മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്, വെൻ എവർ ഈസ് നോട്ട് നീഡഡ് ഐ എം നോട്ട് വേസ്റ്റിംഗ് ഇറ്റ്. റൈറ്റ്, ആ ഒരു മീനിങ്ങിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റ് ഇപ്പുറത്ത് നോക്കൂ. സോ ഈവൻ ഇഫ് ഇറ്റ് ഐ എം യൂസിങ് ഓർ ഐ എം നോട്ട് യൂസിങ്, രണ്ട് കേസിലും എന്താണ്, നമുക്ക് വെനെവർ ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഇറ്റ് കനോട്ട് ബി ഡീമാഗ്നറ്റൈസ്ഡ്. റൈറ്റ്, അത് മാഗ്നറ്റായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ശക്തി ക്ഷയിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി ഈസിലി ഡീമാഗ്നറ്റൈസ്ഡ്. അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യം അല്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഈസ് ഹൗ വി ഷുഡ് ലേൺ ദിസ്. മനസ്സിലാക്കി പഠിക്കുക, എങ്കിൽ മാത്രമേ ഓർത്തെഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്. ഒരുമിച്ചൊരു എക്സാം ഇത്രയും പാഠം പഠിച്ചിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മറവിക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇൻ ദാറ്റ് സെൻസ് നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്റ്റോറിയൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ റിലേറ്റ്. ഒരു കഥയിൽ നിന്ന് തന്നെ ഒരു സർക്യൂട്ടൊക്കെ വരച്ച് ഈ പടമൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, നൗ we will see what is Lorentz force, which is very important. Okay, Lorentz force. ലോറൻസ് ഫോഴ്സ് പലരും പല രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്തായാലും കൺഫ്യൂസ്ഡ് ആവാതിരിപ്പിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം ആലോചിക്കൂ. ഒരു കറണ്ട് കടത്തിവിടുന്ന കണ്ടക്ടർ, എന്താ പറഞ്ഞേ, കറണ്ട് കടത്തിവിടുന്ന കണ്ടക്ടർ, ലെറ്റ് us say this is a conductor. ഓക്കെ, ഇൻ വിച്ച് കറണ്ട് ഈസ് പാസിങ് ത്രൂ ഇറ്റ്. കണ്ടക്ടറാണ്, അതിലൂടെ കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സെൻറ്റൻസ് ആദ്യം എഴുതിയ കത്തത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, മുറിച്ച് പറയുന്നത്. സോ ദിസ് ഈസ് എ കണ്ടക്ടർ ഇൻ വിച്ച് എ കറണ്ട് ഈസ് പാസിങ് ത്രൂ. ഓക്കെ, if it is placed in a magnetic field, but not in the direction of magnetic field. അതാണ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഫിസിക്സിന് എല്ലാവരും വെറുത്ത് പോകുന്നത്. നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യം പറയും ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്, എന്നിട്ട് പറയും ബട്ട് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ എന്ത് പറയും, ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അതർ ദാൻ ഇറ്റ്. സോറി, ഒരു സെക്കൻഡേ, ഞാൻ ഒന്ന് മായ്ക്കാണ്. If it is placed in a direction other than
ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ ഈ കറണ്ടിനെയും കൊണ്ട് വയ്ക്കല്ലേ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ വയ്ക്കരുത്, അത്രയേ ഉള്ളൂ. ഞാൻ വരച്ച് കാണിച്ചു തരാം. Let us say this is a magnet with north pole. Let us say this is a magnet with south pole. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ബി വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ബി വെച്ചാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ഓക്കെ. സോ യു ഷുഡ് നോട്ട് ബി റെപ്രസെൻറ്റിങ്. ഇപ്പോൾ ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ദിസ് ബി പി ക്യൂ. ഇതൊരു വയറാണെന്ന് വിചാരിക്കൂ. പി ക്യൂയിലൂടെ കറണ്ട് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? പി നിന്ന് ക്യൂയിലോട്ടാണെന്ന് വിചാരിക്കൂ. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ്? കറണ്ട് ഈസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടും ഒരു ഡയറക്ഷനിലാണ്. കറണ്ടും ഒരു ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? ഒരു ഡയറക്ഷനിലാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ വയ്ക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ വയ്ക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഡയറക്ഷൻ അതർ ദാൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതർ ദാൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലല്ലാതെ എങ്ങനെ വേണമെങ്കിലും വച്ചോളാൻ. ക്ലിയറായോ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും വച്ചോളൂ എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെ വരയ്ക്കാം? ഓക്കെ, അതർ ദാൻ ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൽ വെക്കരുത്, പകരം എങ്ങനെ വെക്കാനാണ് പറയുന്നത്? ലെറ്റ് us say ദിസ് ഇസ്, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് വിത്ത് നോർത്ത് പോൾ, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് വിത്ത് സൗത്ത് പോൾ. ഓക്കെ, ലെറ്റ് us say മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദിസ് വേ. ഓക്കെ, കറണ്ട് ഈസ് ദിസ് വേ. ഇത് കറണ്ടാണ്, ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചു. കറണ്ട് ഈസ് മൂവിങ് ഇൻ ദിസ് വേ. ഓക്കെ, അവർക്കിടയിലുള്ള ആംഗിൾ ലെറ്റ് us say 90 ഡിഗ്രി. കണ്ടോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് ഇങ്ങോട്ടാണ്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. കറണ്ട് പോകുന്നത് പെർപെൻഡിക്കുലർ ടു ഇറ്റാണ്. സോ വാട്ട് ഹാപ്പൻസ് സഡൻലി വാട്ട് ഹാപ്പൻസ്? So suddenly we will see that if it is placed in a direction other than the direction of the magnetic field, എന്ത് സംഭവിക്കുന്നറിയാവോ? The conductor will experience motion. Motion means അനങ്ങുമെന്ന് മനസ്സിലാവുന്നു. ഈ കണ്ടക്ടർ എങ്ങോട്ടോ അനങ്ങും. ഇനി എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തു അനങ്ങണച്ചാൽ അതിനകത്ത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം? ഇറ്റ് മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ഫോഴ്സ്, അല്ലേ? സോ എ കണ്ടക്ടർ എക്സ്പീരിയൻസിങ് മോഷൻ മീൻസ് ഇറ്റ് എക്സ്പീരിയൻസസ് ഫോഴ്സ്. ആ ഫോഴ്സ് എന്താണ്? ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഇഫ് എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഡയറക്ഷൻ അതർ ദാൻ ദി ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, then the conductor will be experiencing a force which is called as Lorentz force. As a result, the conductor moves. മനസ്സിലാവുന്നുണ്ടോ? If the conductor is placed in a magnetic field other than the direction of the magnetic field, it is placed in a magnetic field for sure, ഉറപ്പാണ്. But it is not placed in the direction of the magnetic field. It must be placed in a direction അതർ ദാൻ ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ദിശയിൽ വയ്ക്കാതെ മറ്റേതെങ്കിലും ഒരു ദിശയിൽ വയ്ക്കൂ പ്ലീസ്. അതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഫോഴ്സ് ഉണ്ടാവുമോ? ഓക്കെ, ഇവിടെ കറണ്ട് ഒരേ ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിലാണ്. സോ ദർ ഈസ് നോ ലോറൻസ് ഫോഴ്സ്. എന്താണ്? നോ ലോറൻസ് ഫോഴ്സ് ഹാപ്പനിങ്. അവിടെ ഒന്നും നടക്കും, ഒരു മണ്ണാങ്കട്ടയും അവിടെ നടക്കില്ല എന്നൊക്കെ പറയില്ലേ? ദാറ്റ് തിങ് നോ ലോറൻസ് ഫോഴ്സ്. ഇവിടെ എന്താണ്? ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും, ഉറപ്പാണ്, സംശയമില്ല, ഉറപ്പാണ്. സോ ഹിയർ നോ ലോറൻസ് ഫോഴ്സ് ഈസ് ഹാപ്പനിങ്. ലോറൻസ് ഫോഴ്സേ ഉണ്ടാകത്തില്ല. ഇവിടെ ഉണ്ടാവുമോ? ഫോഴ്സ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും. സോ യു ഹാപ്പൻ ടു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് തോന്നുന്നു. വൺസ് ആൻഡ് ഫൈനൽ ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഇഫ് എ കണ്ടക്ടർ is placed in a direction other than the direction of the magnetic field, the conductor will experience a force which is called Lorentz force. As a result, the conductor will move, അല്ലെങ്കിൽ conductor moves, അല്ലെങ്കിൽ conductor experiences a motion എന്ന് വേണമെങ്കിൽ പറയാം. So quite simple. So this is what you mean by Lorentz force. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന്. This is wonderful. We will be using a new rule called Fleming's left hand rule. എന്താണ്? Fleming's left hand rule.
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇതൊരു വലിയ യുദ്ധമാണ്. നമ്മൾ ക്ലാസ്സിൽ എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ 10 ഒരാൾക്ക് മാത്രമേ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേര്, ചിലപ്പോൾ 3 പേര്. ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓൾവേസ് റിമെയിൻസ് കൺഫ്യൂസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അക്രമം കൂടെ കാണിച്ചിരിക്കുന്നത്. ആ കാണുന്നത് എൻ്റെ വിരലുകൾ തന്നെയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു എൻ്റെ വിരൽ അതുപോലെയൊക്കെ വെച്ചിട്ട്. ബിക്കോസ് ലെറ്റ് us see this. ഇവിടെ ഒരു സർക്യൂട്ട് നോക്കൂ. ഈ സർക്യൂട്ട് കണ്ട് പേടിപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും ഹോഴ്സ് ഷൂ മാഗ്നറ്റ് അവിടെ വരച്ചിട്ടുള്ളതായി കാണാം, ശരിയല്ലേ? ഹോഴ്സ് ഷൂ മാഗ്നറ്റ് അവിടെ വരച്ചതായിട്ട് കാണാം. അപ്പോൾ ഇത് നോർത്തും ഇത് സൗത്തും ആണെന്ന് പറയുന്നുണ്ടല്ലോ. സോ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എന്താണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡായിരിക്കും, ശരിയാണോ? ഓക്കെ, അപ്പോൾ എൻ്റെ ചൂണ്ട് വിരൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഇതിനോടൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ദാറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. എന്താണ് എൻ്റെ ചൂണ്ട് വിരൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. ബിക്കോസ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എൻ്റെ ചൂണ്ട് വിരൽ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഫ്രം, നമുക്ക് പറയാം A to C ആണ്. കറണ്ട് എങ്ങോട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം A to C. കറണ്ട് ഈസ് ഫ്ലോയിങ്, സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈസ് ഫ്രം A to C. ഓക്കെ ആണേ? യെസ്. അപ്പോൾ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് അല്ലേ? കറണ്ടും വേറൊരു ദിശയിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു ദിശയിലേക്കും പോകുന്ന സ്ഥിതിക്ക് ദർ ഇസ് നത്തിങ് മച്ച് ടു വറി. നോക്കൂ, ഉറപ്പായിട്ടും കറണ്ട് എങ്ങോട്ടാണ് പോയേക്കുന്നത്? ദിസ് ഈസ് ദ A to C എന്ന് പറയുന്ന പോലെ A to C കറണ്ടിൻ്റെ ഡയറക്ഷനാണ്, സംശയമില്ല അല്ലേ? ഞാനത് കറണ്ടെന്ന് ആക്കാം, സംശയം വേണ്ട. ഓക്കെ, ഈ വിരൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്തേക്കാണ്? കറണ്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിതിവിടെ കറണ്ടെന്ന് വരയ്ക്കാൻ പോകും. ഓക്കെ, കറണ്ടാണ്, ദിസ് ഈസ് കറണ്ട്, സംശയമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തള്ളവിരൽ കണ്ടോ ഞാൻ പിടിച്ചേക്കുന്നത്? തള്ളവിരൽ എങ്ങോട്ടാണ് പിടിച്ചേക്കുന്നത്? നമ്മുടെ നേരെയാണ് പിടിച്ചേക്കുന്നത്. ഇറ്റ് ഈസ് ഫേസിങ് അസ് അല്ലേ? സ്ക്രീനിലോട്ട് എൻ്റെ നേരേക്കാണ് പിടിച്ചേക്കുന്നത്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ് മസ്റ്റ് ബി പോയിൻറ്റിങ് ടുവേർഡ്സ് യു, ശരിയല്ലേ? നിങ്ങളുടെ നേരെ തന്നെയാണ് എൻ്റെ വിരൽ വന്നിരിക്കുന്നത്. സോ അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നറിയാമോ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ദി ഫോഴ്സ് വിച്ച് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി കണ്ടക്ടർ. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മളൊരു കുത്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചിട്ടൊരു കുത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കൊടുക്കുക. ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഔട്ട്വേർഡ്സ്. എങ്ങനെയാണ്? ഔട്ട്വേർഡ്സ് ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ അല്ലെങ്കിൽ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ എന്നെനിക്ക് പറയാം. ഇവിടെ ഞാൻ സ്ക്രീൻ എന്ന് പറയാം. കാര്യം എന്താണ്? ഞാൻ പേപ്പറിലൊന്നും അല്ല ഇത് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉത്തര പേപ്പറിൽ, അതായത് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് വേണം എഴുതാൻ. ആൻസർ പേപ്പറിൽ എഴുതുമ്പം ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്വേർഡ്സ് എന്ന് പറയാം. സോ ദിസ് റെപ്രസെൻറ്റ്സ്, എൻ്റെ തള്ളവിരൽ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് യൂസ് യുവർ ഫിംഗേഴ്സ് അപ്രോപ്രിയറ്റ്ലി. ഇല്ലച്ച പണി കിട്ടും, ഇങ്ങനല്ലാതെ പിടിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മാഗ്നറ്റിക് ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യണം, എന്നിട്ട് ചൂണ്ടുവിരൽ പിടിക്കണം. ഒരു സമയത്ത് ഒരു വിരൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് കറണ്ട് എങ്ങോട്ടാണെന്ന് നോക്കാൻ നേരത്തെ A നിന്ന് സിയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. അപ്പോൾ നാച്ചുറലി തള്ളവിരൽ എൻ്റെ തം ഫിംഗർ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എന്നെ ചൂണ്ടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ നേരെ കേട്ടോ. അപ്പോൾ ഒരു ലോറൻസ് പറഞ്ഞ ശരിയായി. എന്താണ് മിസ്റ്റർ ലോറൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ current flowing through a conductor and the magnetic field are in different directions, okay, there experiences a force. Naturally it will experience a force. മനസ്സിലാക്കുക, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിരൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ഉണ്ടാകും എന്ന് ഓൾറെഡി ലോറൻസ് പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ഐ സേ ഓക്കെ ഫൈൻ. Now we are trying to find it out the direction of the force. We are trying to find out the direction of the force and therefore Fleming's left hand rule. ഇല്ലച്ചാൽ ഞാൻ ഒരിക്കലും Fleming's left hand rule പ്രിഫർ ചെയ്യില്ലായിരുന്നു. It is just to find out the direction of the force. Anyway force is happening, that I happen to know about it, nothing about it. അതിനകത്ത് എനിക്കൊരു ഡൗട്ടേ ഇല്ല, no doubt about it, ശരിയല്ലേ? Just I have to find the direction of the force and only for that sake we must seek the help of Fleming's left hand rule. അപ്പോൾ അത് ക്ലിയറായി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം ഈ എക്സ്പീരിമെൻറ്റ് പറയുകയാണ്. ഈ എക്സ്പീരിമെൻറ്റ് പറയുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡിനെ പറ്റി പറയുന്നില്ല. ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം.
റൈറ്റ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവട്ടെ എന്ന് കരുതിയാണ് ഒരുമിച്ച് പഠിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ എം ട്രൈങ് ടു ടീച്ച് യു ഹൗ ടു യൂസ് യുവർ ഫിംഗേഴ്സ് അപ്രോപ്രിയറ്റ്ലി. സോ ലിസൺ ടു ദിസ്, ലുക്ക് അറ്റ് ദ വേ ഐ ഹാവ് ഹോൾഡ് മൈ ഹാൻഡ്സ്, അല്ലേ? അപ്പോൾ അതെങ്ങനെ പിടിച്ചേക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യാൻ നോക്കുക. ദിസ് ഈസ് സൂപ്പർ ഈസി. ഈ ഒരു സംഗതി അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മളുടെ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത? അതും കൂടെ പറയണമല്ലോ. നമ്മുടെ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത? ദ കണ്ടക്ടർ എ സി വിൽ മൂവ്. ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുള്ളൂ. ഞാൻ അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് വീഴുമോ? ഇല്ലല്ലോ. സോ ദ കണ്ടക്ടർ എ സി വിൽ മൂവ് outwards from the plane of the screen. നിങ്ങൾ ആൻസർ എഴുതുമ്പം ഫ്രം ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ടീക്കേ, അപ്പോൾ അതും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആൻസർ ഒരുപാട് അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം വലിയ പാഠമാണ്, ശരിയാണ്. പക്ഷേ എന്താ വ്യത്യാസം? കൺസെപ്റ്റ് അറിയാച്ചാൽ സുഖമാണ്. സോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് നോക്കി, പിന്നെന്ത് നോക്കി? കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി, പിന്നെന്ത് നോക്കി? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കി, എന്നിട്ട് എന്ത് നോക്കി? കണ്ടക്ടർ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കി. ദാറ്റ്സ് ഇറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇനിയാണ് രസം. നൗ ദേ ആർ ട്രൈങ് ടു സേ ദാറ്റ് വാട്ട് ഇഫ് ഞാൻ ഈ ബാറ്ററി മാറ്റി വെച്ചാൽ എന്തോ സംഭവിക്കും? വാട്ട് ഇഫ് ഐ ചേഞ്ച്ഡ് ദ പൊളാരിറ്റി, അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ദി പൊളാരിറ്റി? ആക്ച്വലി ദാറ്റ്സ് ദ ടേം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നെഗറ്റീവ് വെച്ചു, ഇവിടെ പോസിറ്റീവ് വെച്ചു, നെഗറ്റീവ് വെച്ചു, ഇവിടെ പോസിറ്റീവ് വെച്ചു. ദെൻ വാട്ട് ഹാപ്പൻഡ്? ഇങ്ങനെയാണ് കൊടുത്തതെങ്കിലോ? ഇതെടുത്ത് മാറ്റി എന്നിട്ട് ഇങ്ങനെ വെച്ചു. സോ സഡൻലി എന്ത് ചെയ്യും? കറണ്ട് തിരിച്ചൊഴുകാൻ തുടങ്ങും. കറക്റ്റ്, ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും കറണ്ട്. സഡൻലി ഇതില്ല കേട്ടോ, ഇത് പോയി, എല്ലാം വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ കറണ്ട് തിരിച്ചൊഴുകാൻ തുടങ്ങി. വി ഹാവ് റിവേഴ്സ്ഡ് ദി ഡിറക്ഷൻ ഓഫ് ദി കറണ്ട് ജസ്റ്റ് ബൈ റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ദി ബാറ്ററി. ഇതൊക്കെ പറയണമല്ലോ, എങ്കിലല്ലേ നമ്മൾ പഠിച്ചു എന്നൊരു സംഭവം വരുത്തുമോ? ടീക്കേ, അപ്പോൾ തിരിച്ചൊഴുകാൻ തുടങ്ങി കറണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഞാൻ പിടിച്ചേക്കും നോക്കേ. എഗെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സംഭവം മാറിയിട്ടില്ല. സൗത്ത് ഇവിടെയാണ്, നോർത്ത് ഇവിടെയാണ്. നാച്ചുറലി ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ആണ്. എന്ത് ചേഞ്ചായി? മിഡിൽ ഫിംഗർ കണ്ടോ മാറി. എന്താണ്? കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാറിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം സി ടു എ. സിയിൽ നിന്നും എയിലോട്ടാണ് ഇപ്പോൾ കറണ്ട് പോകുന്നത്. അതങ്ങനെ പിടിച്ചു. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ. പ്ലീസ് യൂസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ഇടത്തെ കൈ. ഞാൻ രണ്ടും പറയാണ്. ചിലർക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റും, മലയാളം പറയുമ്പോൾ കിട്ടും. ചിലർക്ക് മലയാളം തെറ്റും, ഇംഗ്ലീഷ് കിട്ടും. ഐ പ്രിഫർ ഇംഗ്ലീഷ് ഹിയർ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യൂ. ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാൻ പറഞ്ഞാൽ അവിടെ റൈറ്റ് ഹാൻഡ് എടുക്കും. ദാറ്റ്സ് വൈ അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കൈയുടെ ഇമേജ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ഐ എം യൂസിങ് ലെഫ്റ്റ് ഹാൻഡ് ഹിയർ. ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു. കറണ്ട് തിരിച്ചാണ് വച്ചിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് റിവേഴ്സ്ഡ്. ആസ് എ റിസൾട്ട് എൻ്റെ തള്ളവിരൽ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങോട്ടായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അകത്തോട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇൻറ്റു മാർക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദിസ് വൈറ്റ് ബോർഡ്. ഇതൊരു വൈറ്റ് ബോർഡാണ്. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം വൈറ്റ് ബോർഡിൽ എടുക്കുക. സോ ആ വൈറ്റ് ബോർഡിൻ്റെ അകത്തേക്കാണ് ഈ ഫോഴ്സ് കയറി പോകുന്നത്. ടീക്കേ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ലൊക്കേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫൈൻ, റൈറ്റ്? അതിനകത്തൊന്നും സംശയമില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തു. നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ ലൊക്കേറ്റ് ചെയ്തു. ഫൈൻ, ഗ്രേറ്റ്. രണ്ടാമത്തെ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോയത് നോക്കി. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വാസ് ഫ്രം സി ടു എ. തിരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. മൂന്നാമത്തെ കേസിൽ ഫോഴ്സ് അപ്പോൾ എങ്ങോട്ടായിരിക്കും? നാച്ചുറലി ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? ഫോഴ്സ് ഡയറക്ഷൻ വാസ് ഒരു ക്രോസ് കൊടുക്കുക, അല്ലേ? ദാറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് വേണം എഴുതാൻ. ടുവേർഡ്സ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. പക്ഷേ ഇവിടെ ഞാൻ എങ്ങനെ എഴുതൂ? പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ എന്നേ ഞാൻ എഴുതത്തോ. ആക്ടിങ് ടുവേർഡ്സ് ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. സ്ക്രീനിൻ്റെ അകത്തേക്കാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെയർ ഫോർ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും? കണ്ടക്ടർ സി എ വിൽ മൂവ് ഇൻവേർഡ്സ്, അകത്തോട്ട്. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത്രയും ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് വണ്ടർഫുൾ. അതല്ല ഇപ്പോഴാണ് മനസ്സിലായി വെച്ചാൽ ഇനി ഇത് കളയരുത്, കയ്യിൽ നിന്ന് പോവാതെ നോക്കുക.
ആൻഡ് ഓൾസോ പ്ലീസ് ലേൺ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ബിക്കോസ് ഡെഫിനിഷൻസ് ആർ ഓൾവേസ് ആസ്ക്ഡ്. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി പോലും മാറാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് അങ്ങനെ സംഭവിച്ചാൽ മാർക്ക് പോകും. സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും തിരുത്താൻ നമുക്ക് അധികാരമില്ല. ബട്ട് കൺസെപ്റ്റൊക്കെ നമുക്ക് സ്വന്തം ലാംഗ്വേജിൽ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാൻ പാടില്ല. സോ അത് മാർക്ക് റിഡക്ഷന് വരുത്തും. സോ ഡോണ്ട് ടേക്ക് സച്ച് റിസ്ക്സ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് വി ഹാവ് ലേൺഡ് എന്തൊക്കെ പഠിച്ചു, ലോറൻസ് ഫോഴ്സ് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഓക്കെ, ഇത് വലിയ പാഠമായതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പിക്സ് കുഞ്ഞിതാക്കിയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ 4-5 ടോപ്പിക്കൊക്കെ ഒരുമിച്ചെടുത്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 2-3 hours. അത് വേണ്ട, ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ മനസ്സിലായെങ്കിൽ പറയണം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.